Environmental studies. The word environment is derived from the French word environ, which means to encircle or surround. Encircle അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുക എന്ന് പറയുന്ന മീനിങ് വരുന്ന ഫ്രഞ്ച് വേർഡായ എൻവിയോൺ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. എൻവിയോൺമെന്റ് മീൻസ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് വി ലീവ്. ഒരു ഓർഗാനിസം ലീവ് ചെയ്യുന്ന ചുറ്റുപാട് തന്നെയാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് എൻവിയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ടു കമ്പോണൻസ്. ഒരു എൻവിയോൺമെന്റിൽ രണ്ട് തരം കമ്പോണന്റ് ഉണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ബയോട്ടിക് കമ്പോണന്റ് അല്ലെങ്കിൽ ലിവിങ് കമ്പോണന്റ്, രണ്ട് എബിയോട്ടിക് കമ്പോണന്റ്. So environment consists of two components, living component called biotic component and non-living component called abiotic component. The factor or any factor which influences the growth and development of an organism is called ecological factor. ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു ഘടകത്തെയും എക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയാം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതൊക്കെയാണ് എക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ. സോ എൻവിയോൺമെന്റ് ലിറ്ററലി മീൻസ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് an organism live. Environment includes all things which are directly or indirectly depends for the survival. സർവൈവലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയ ഏതൊരു വസ്തുവിനെയും നമുക്ക് എൻവിയോൺമെന്റിനകത്ത് ഉൾപ്പെടുന്നു. ആൻഡ് എൻവിയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. സോ എൻവിയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ലിവിങ് കമ്പോണന്റ് ആസ് വെൽ ആസ് നോൺ ലിവിങ് കമ്പോണന്റ്. So the word environment is derived from the French word environ, which means to encircle or surround. Any factor which influences the growth and development of an organism is called ecological factor. അല്ലെങ്കിൽ എക്കോ ഫാക്ടർ എന്ന് പറയാം. എക്കോളജിക്കൽ ഫാക്ടേഴ്സ് രണ്ടുപേരുണ്ട്. ഒന്ന് ലിവിങ് ഫാക്ടേഴ്സും ഉണ്ട്, അടുത്ത നോൺ ലിവിങ് ഫാക്ടേഴ്സും ഉണ്ട്. So environment means the surrounding in which an organism live. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ചുറ്റുപാടുകളെയാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. It consists of two components, biotic component or living component and abiotic component or non-living component. അവിടെ രണ്ടുതരം കമ്പോണന്റ് ഉണ്ട്, ലിവിങ് കമ്പോണന്റ്, ബയോട്ടിക് കമ്പോണന്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് കമ്പോണന്റ് അല്ലെങ്കിൽ abiotic component. Atmosphere. The word atmosphere is derived from the Greek word atmos, which means vapor sphere. Vapor sphere എന്ന് പറയുന്ന മീനിങ് ഉള്ള ഗ്രീക്ക് വേർഡായ അറ്റ്മോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. അറ്റ്മോസ്ഫിയർ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. ഭൂമിയെ ചുറ്റപ്പെടുന്ന ഗ്യാസുകളുടെ ഒരു ആവരണത്തെ നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് മെനി ഗ്യാസസ്. അറ്റ്മോസ്ഫിയറിൽ പലതരം വാതകങ്ങൾ കാണപ്പെടുന്നു. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ആർഗൺ പോലെയുള്ള വാതകങ്ങൾ കാണപ്പെടുന്നു. സോ ദ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. ഭൂമിയെ ചുറ്റപ്പെടുന്ന വാതകങ്ങളുടെ ലെയറിനെ അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. Atmosphere consists of 5 layers: troposphere, stratosphere, mesosphere, thermosphere and exosphere. Atmosphere 5 layers ആയിട്ട് അല്ലെങ്കിൽ സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. 15 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഭൂമിയുടെ സർഫസിൽ നിന്നും 15 കിലോമീറ്റർ മുകളിലോട്ട് കാണപ്പെടുന്ന ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. ക്ലൈമാറ്റിക് ചേഞ്ചസ് നടക്കുന്ന ലെയറും ട്രോപ്പോസ്ഫിയർ ആണ്. ക്ലൗഡ് ഫോം ചെയ്യുന്നു, മേഘങ്ങൾ കാണപ്പെടുന്നു അല്ലെങ്കിൽ മേഘങ്ങൾ രൂപീകരിക്കുന്ന ഈ ലെയറിൽ വെച്ചാണ്. അതേപോലെ കാറ്റ്, മഴ പോലെയുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് നടക്കുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്.
Troposphere is the lowermost layer of the atmosphere. It extends up to 15 kilometers above the surface of Earth. ഭൂമിയുടെ സർഫസിൽ നിന്ന് 15 കിലോമീറ്റർ മുകളിലോട്ട് കാണപ്പെടുന്നു. എല്ലാ ക്ലൈമാറ്റിക് ചേഞ്ചസും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ക്ലൗഡുകൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ക്ലൗഡുകൾ രൂപീകരിക്കുന്നു ഈ ലെയറിലാണ്. കാറ്റ്, മഴ പോലെയുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് നടക്കുന്നതും ട്രോപ്പോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയർ ലൈസ് എബോവ് ദ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് കൂടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോൺ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ സ്ട്രാറ്റോസ്ഫിയർ ലൈസ് ജസ്റ്റ് എബോവ് ദ troposphere. In this layer, the temperature increases with the increase in altitude. Altitude അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓസോൺ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതേപോലെ ജെറ്റ് വിമാനങ്ങൾ പറക്കുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ വളരെയധികം പ്രാധാന്യമുണ്ട്. ഭൂമിയിലോട്ട് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ അല്ലെങ്കിൽ കോസ്മിക് റേസിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ആവരണമാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മെസോസ്ഫിയർ. ദ മെസോസ്ഫിയർ ഈസ് ദ മിഡിൽ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും മിഡിൽ മോസ്റ്റ് ലെയർ ആണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലാണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. മെസോസ്ഫിയർ ഈസ് ആൾസോ നോൺ ആസ് കോൾഡ് ലെയർ. അതായത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്. ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. മെസോസ്ഫിയറിനെ അറിയപ്പെടുന്ന പേരാണ് കോൾഡ് ലെയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ ഈസ് കോൾഡ് ഹോട്ട് ലെയർ. ഹോട്ട് ലെയർ എന്ന് അറിയപ്പെടുന്ന തെർമോസ്ഫിയർ ആണ്. റേഡിയോ വേവ്സ് ഭൂമിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതും തെർമോസ്ഫിയറിലാണ്. കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതും തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയർ ഈസ് ആൾസോ നോൺ ആസ് അയണോസ്ഫിയർ. വാതകങ്ങൾ അയണീകരിക്കപ്പെടുന്നതും തെർമോസ്ഫിയറിൽ വെച്ചാണ്. സോ തെർമോസ്ഫിയർ ഈസ് കോൾഡ് ഹോട്ട് ലെയർ. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. റേഡിയോ വേവ്സിന്റെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നതും വാതകങ്ങളുടെ അയണീകരണം നടക്കുന്നതും തെർമോസ്ഫിയറിൽ വെച്ചാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. സോ എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ലൈസ് എബോവ് ദ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ മുകളിൽ കാണപ്പെടുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. സോ എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് atmosphere. It lies above the thermosphere. So atmosphere consists of 5 layers: troposphere, stratosphere, mesosphere, thermosphere and exosphere. Troposphere is the lowest layer of atmosphere. Stratosphere lies just below the troposphere. Ozone is found in stratosphere. Mesosphere is the third layer of atmosphere. It is also known as cold layer. Thermosphere is known as hot layer. Radio waves are reflected by thermosphere. Exosphere is the outermost layer of atmosphere. Beyond the exosphere is the vast space. ശൂന്യാകാശം തുടങ്ങുന്നത് എക്സോസ്ഫിയറിന് ശേഷമാണ്. സോ എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് ലൈസ് എബോവ് ദ തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഈസ് ആൾസോ നോൺ ആസ് ഹോട്ട് ലെയർ. സോ അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് 5 layers. ഫങ്ഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഫങ്ഷനുകൾ അല്ലെങ്കിൽ പ്രാധാന്യം. Atmosphere is a layer of
ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. ഭൂമിയെ ചുറ്റപ്പെടുന്ന വാതകങ്ങളുടെ ആവരണമാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ്. ഭൂമിയിൽ ജീവൻ സംരക്ഷിക്കുക അല്ലെങ്കിൽ ജീവൻ തുടിപ്പ് കാണാൻ സഹായിക്കുന്ന ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ഹീറ്റ്, സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് അബ്സോർവ് ചെയ്യുന്നു. ഹാംഫുള്ളായ UV റേസിനെ അബ്സോർവ് ചെയ്യുന്നു. വാട്ടർ റീസൈക്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ അറ്റ്മോസ്ഫിയർ ഹാസ് 5 functions. ഇറ്റ് ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ഇറ്റ് അബ്സോർബ്സ് excess heat from the sun. It absorbs the UV rays. It helps in water recycling. It helps to maintain the temperature of earth. ഭൂമിയിലെ താപനില ഒപ്റ്റിമം ആക്കാനും അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ഉയരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. സോ അറ്റ്മോസ്ഫിയർ ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ്